കാര്യങ്ങളാണ് ചിന്തിക്കാനായി പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാണ് നാം എത്തിയത്. പുറപ്പാട് പുസ്തകത്തിന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഹല്ലേലൂയ. ആരെയാണ് കർത്താവ്? നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ആരെയാണ് കർത്താവ് അഭിഷേകം ചെയ്തത്? ഹല്ലേലൂയ. കൂടാരം പണിയുവാൻ വേണ്ടി ദിവ്യാത്മാവിൽ നിറച്ച ബസലേലിനെയാണ് കർത്താവ് അഭിഷേകം ചെയ്തത്. ബസലേലിനെ അഭിഷേകം ചെയ്യാനുള്ള കാരണം പറഞ്ഞാണ് നമ്മളോട് നിർത്തിയത്. അദ്ദേഹം ഊരിന്റെ കൊച്ചുമകനാണ്. അപ്പൻ കർത്താവിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ വില കൊടുത്തപ്പോൾ ഹല്ലേലൂയ കൊച്ചുമകനായ ബസലേലിനെ കർത്താവ് സമാഗമന കൂടാരത്തിൽ പണിക്കായി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാണ് നാം നിർത്തിയത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 40-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ: 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തണം. ശ്രദ്ധിച്ചേ, 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി. ചില വേദഭാഗങ്ങളിൽ 1-ാം മാസത്തിനും 1-ാം തീയതിക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജ് തുടങ്ങിയത്, അല്ലേ? അപ്പോൾ അവിടെ അങ്ങനെ വിശദമായി കാണാൻ കഴിയുന്നു. 2-ാം സംവത്സരത്തിൽ 1-ാം മാസം 1-ാം തീയതി ഹല്ലേലൂയ യഹൂദ കലണ്ടർ പ്രകാരം ഹല്ലേലൂയ തിരുനിവാസം നിവർത്തുമെന്ന് കാണാൻ കഴിയും. അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി. പ്രാകാരവാതിൽ 33-ാമത്തെ വാക്യമാണ്. പ്രാകാരവാതിലിന്റെ അതിന് മുമ്പിൽ കുറെ സമാഗമന കൂടാരത്തിൽ ചെയ്ത കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് 33-ാമത്തെ വാക്യത്തിലേക്ക് പോയത്. അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരവാതിലിന്റെ മറശീല തൂക്കി. ആ വാക്യം ശ്രദ്ധിച്ച ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു, അല്ലെ? കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടായിരുന്നു ഹല്ലേലൂയ കല്ലുകൾ പറങ്ങി നടന്ന ഒരു ഏലിയാവിനെ കുറിച്ച് കേട്ടായിരുന്നു, അല്ലെ? ഹല്ലേലൂയ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകൾ അടുക്കി വച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്നൊരു തീ ഇറങ്ങിയത്. ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന കല്ലിന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ ഏലിയാവിനെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ പ്രാർത്ഥിക്കാമായിരുന്നു, പക്ഷേ ചിലപ്പോൾ തീ ഇറങ്ങുന്നില്ല. ഹല്ലേലൂയ ഒരുക്കപ്പെട്ട യാഗപീഠത്തിൽ മാത്രമേ തീ ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരുക്കം ആവശ്യമാണെന്ന് പറയുന്നത്. നമുക്കൊക്കെ അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാപിക്കാത്തവർക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരുക്കം ആവശ്യമാണ്. ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ, ഇതിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ. അപ്പൊ ആകെ എന്റെ കർത്താവിന്റെ അടുക്കൽ വരണം, ദാഹം ഉണ്ടാകണം. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുന്നത്. യഹൂദന്മാരുടെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ അന്നും ദാഹം അവർക്ക് തീർന്നിട്ടില്ല. അവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അഭിഷേകം പ്രാപിക്കണമെങ്കിൽ, തീ വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം വെളിപ്പെടണമെങ്കിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലിയാവിനെപ്പോലെ തന്നെ മോശയോട് ദൈവം പറയാ, സമാഗമന കൂടാരത്തിൽ കുറെ ക്രമീകരണങ്ങൾ ചെയ്യണം. അതാണ് 17 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. എന്നാൽ എല്ലാം നിവർത്തിച്ചതിന് ശേഷം എല്ലാം നിവർത്തിച്ചു. ദൈവം അവനോട് പറഞ്ഞ സകല കാര്യങ്ങളും നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ മോശ പ്രവൃത്തി സമാപിച്ചു. ദൈവം മോശയോട് പറഞ്ഞതെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ്സ് തിരുനിവാസത്തെ നിറച്ചു. തേജസ് നമുക്ക് ഇഷ്ടമാണ്, ഇറങ്ങി വരുന്ന മേഘം ഇഷ്ടമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇഷ്ടമാണ്, ദൈവശക്തി ഇഷ്ടമാണ്, രോഗസൗഖ്യം ഇഷ്ടമാണ്, വിടുതലുകൾ ഇഷ്ടമാണ്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ 33-ാമത്തെ വാക്യം കഴിഞ്ഞേ 34-ാമത്തെ വാക്യം സംഭവിക്കത്തുള്ളൂ. മോശ തന്റെ പ്രവൃത്തി ചെയ്തു. താൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞ മുതലേ അപ്പന്റെ യാഗപീഠം നീ ആദ്യം പോയി ഇടിക്കണം, അശേര പ്രതിഷ്ഠയെ നീ ആദ്യം വെട്ടിക്കളയണം. ഞാൻ നിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിലുള്ള ഹല്ലേലൂയ ചില ഹല്ലേലൂയ ദൈവിക അല്ലാത്ത അന്യാരാധനകളെ നീ തകർത്ത് കളഞ്ഞാലേ അടുത്ത മൂവ്മെന്റിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഗിദെയോട് ദൈവം അങ്ങനെ സംസാരിക്കുന്നത്. മോശയോട് അതുപോലെ തന്നെ പറയുന്നു. മോശ അവിടെ പ്രവൃത്തി സമാപിച്ചപ്പോഴാണ് യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചത്. ഹബക്കൂക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്കിന്റെ ഒരു പ്രാർത്ഥന കാണുന്നുണ്ട്. യഹോവേ, സങ്കീർത്തനത്തിൽ നിന്നും ചിന്തിച്ചാകൊണ്ട് ഞാൻ ഹബക്കൂക്കിലേക്ക് വന്നത്. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം.
ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ഒരേ സമയം ദഹിപ്പിക്കുന്ന അഗ്നിയും ഹല്ലേലൂയ എന്നാൽ അതേ സമയം സ്നേഹവാനുമായ കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യഹോവയായ ദൈവത്തിന് ക്രോധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് നമ്മോട് ഇഷ്ടക്കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്, ആ ക്രോധത്തിന്റെ നടുവിൽ അങ്ങേക്ക് ഒരു കരുണയുടെ സ്വഭാവമുണ്ടല്ലോ. ഹല്ലേലൂയ അത് ഓർക്കണമേ. ഞങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളെ കരുണയോർത്ത് ക്രോധത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിച്ച, ദൈവസഭയെ കുറിച്ച് ആഗ്രഹിച്ച, കുടുംബങ്ങളെ കുറിച്ച് ആഗ്രഹിച്ച, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിച്ച ദൈവിക പദ്ധതികൾ ആണ്ടുകൾ അവസാനിക്കുകയാണ്. നമ്മുടെ ആയുഷ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ ദൈവമേ ജീവിപ്പിക്കണമേ എന്നാണ് ഹബക്കൂക്ക് പ്രവചിക്കുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളത് വളരെ അത്യന്താവശ്യമായ കാര്യമാണെന്ന് ദൈവത്തിന് അതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 61-ാം സംവത്സരം കണ്ടോ, അവിടെ കണ്ടോ, 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ 11-ാം മാസം 1-ാം തീയതി എഴുതാമായിരുന്നല്ലേ? എന്നാൽ 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയി. ചില ഭാഗം മാത്രമേ ഉള്ളൂ ഈ ആ ഡേറ്റിന്റെ പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. ഡേറ്റിന് വലിയ പ്രത്യേകത ഒന്നുമില്ല, നമ്മളത് ചിന്തിച്ചാൽ അല്ലേ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കാലങ്ങളും ആണ്ടുകളൊന്നും പ്രമാണിക്കുന്നതിൽ ഒരു കാര്യമില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ചില ഭാഗങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ചില 1-ാം തീയതിയുടെ പ്രയോറിറ്റി കാണുന്നുണ്ട്. ഒന്നുമില്ല, ഒരു പുതിയ തീരുമാനത്തിലേക്ക് ജനം കടക്കുന്നു, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ ബിഗിനിങ്ങിലേക്ക് ദൈവം നമ്മെ നടത്തുന്നു. അത് മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത് 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. എത്ര ദിവസം മഴ പെയ്തു എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എത്ര ദിവസം മഴ പെയ്തു? 40 ദിവസം മഴ പെയ്തു. മോശയ്ക്ക് ഈ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു പറയാമോ? ബൈബിൾ ശരിയോടെ 600 വയസ്സുണ്ടായിരുന്നു മോശയ്ക്ക്. അതുകൊണ്ടാണ് 601-ാം സംവത്സരം എഴുതിയിരിക്കുന്നത്. 600 വയസ്സിൽ 600-ാമത്തെ വയസ്സിൽ മഴ തുടങ്ങിയിട്ട് 601-ാമത്തെ വയസ്സ് വരെ 1 വർഷത്തോളം മഴയായിരുന്നു. ഹല്ലേലൂയ. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉറവകൾ പൊട്ടിത്തുറന്നു, മുകളിൽ നിന്ന് വെള്ളം വന്നു. അങ്ങനെ ഇരു ഭാഗത്തു നിന്നും വെള്ളം ഉയർന്നാണ് ഹല്ലേലൂയ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര പേരെ പ്രസംഗിച്ചത്? 8 പേർ അല്ലേ? 8 പേർ മാത്രമാണ് വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചത്. വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ച ഈ അനുഭവത്തെ റോമർക്കെഴുതിയ ലേഖനത്തിൽ എന്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു? പഠിക്കുന്നുണ്ടല്ലേ? സ്നാനത്തിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നല്ലേ? വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. വെള്ളത്തിൽ കൂടെ വേറെ ആരോ രക്ഷ പ്രാപിച്ചു. സ്നാനത്തിനൊരു മുൻകുറി എന്ന് പറയുന്നുണ്ട്. എന്താ? മോശ. ചെങ്കടലിൽ കൂടെ ആരാണ് ആദ്യം ചെങ്കടലിൽ കൂടെ യാത്ര ചെയ്തത്? ഒക്കെ ഞാൻ പഠിപ്പിച്ച. ഹല്ലേലൂയ. ആരാ യാത്ര ചെയ്തത് ചെങ്കടലിൽ കൂടെ? മോശ. ഹല്ലേലൂയ. മോശ ചെങ്കടലിൽ കൂടെ യാത്ര ചെയ്ത് അക്കരെ എത്തിയതുപോലെ ആര് നമുക്ക് മുമ്പ് യാത്ര ചെയ്തു? യേശുക്രിസ്തു അല്ലേ? ഹല്ലേലൂയ. നാം അവന്റെ പിൻഗാമികളാണെന്ന് നാം ചിന്തിച്ചു. വെള്ളത്തിൽ കൂടെ മോശ ചെങ്കടലിൽ കൂടെ കടന്നുപോലെ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആദ്യമായി മാതൃക എന്ന രീതിയിൽ യോഹന്നാന്റെ കൈപ്പിടിയിൽ സ്നാനക്കാരൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്നാനത്തിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ കൈപ്പിടിയിൽ കർത്താവ് ഒരു ഹല്ലേലൂയ മാതൃക കാണിച്ചു കൊടുത്തു. അതുപോലെ മോശ വെള്ളത്തിൽ കൂടെ കടന്നതുപോലെ പ്രാരംഭമായി കർത്താവ് യോഹന്നാന്റെ കൈപ്പിടിയിൽ സ്നാനപ്പെടുന്നു. ഇനിയും നാം സ്നാനപ്പെടണം, പിൻഗാമികൾ ഉണ്ടാകണം. ഹല്ലേലൂയ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നു. അതുപോലെയാണ് നോഹയുടെ അനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നോഹയുടെ പർവ്വതം എവിടെയാണ് ഉറച്ചത്? നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത്. നോഹയുടെ പർവ്വതം ഉറച്ചത് അരാരാത്ത് പർവ്വതത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നോഹയെ ദൈവം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു ഭാഗം ചിന്തിച്ചിട്ട്
ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ എനിക്ക് തോന്നുന്നു നോഹയെ കുറിച്ചും ഈ ജലപ്രളയത്തെ കുറിച്ചും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ നോഹയെ കുറിച്ച് പരാമർശിച്ച ഭാഗങ്ങൾ ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് ദൈവസഭയിൽ. അതുകൊണ്ട് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നിട്ട് സമയമുണ്ടെങ്കിൽ ആദ്യ ഭാഗങ്ങളിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന് മുമ്പിലുള്ള വാക്യം എന്ന് വായിച്ചു. അതിന്റെ മുമ്പിലുള്ള വാക്യം, അതിന്റെ മുമ്പിലുള്ള വാക്യം. നോഹ അപ്പോൾ പെട്ടകത്തിൽ നിന്ന് വിലക്കെ രക്ഷ പ്രാപിച്ചിറങ്ങിയതിനു ശേഷം നോഹ എന്ത് ചെയ്യാണ്? യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച യാഗം അവൻ അനാരാത്ത് പർവ്വതത്തിൽ ഉറച്ച് ഒരു പുതിയ തുടക്കത്തിനായി. നമ്മുടെ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ആരുമില്ലല്ലേ, എല്ലാവരും പോയി അല്ലേ? ആരുണ്ട്? നോഹയുണ്ട്. നോഹയിൽ കൂടെ രക്ഷ പ്രാപിച്ച 8 പേരുണ്ട്. അവരുടെ പെട്ടകമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒരു പ്രളയം ഉണ്ടാകുന്നു, വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി അല്ലേ? അവൻ പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ അവനെ പുച്ഛിച്ചു. അവന്റെ കുടുംബം മാത്രം 8 പേരടങ്ങുന്ന കുടുംബം മാത്രം രക്ഷ പ്രാപിച്ചു. ചില ജന്തു ചരാചരങ്ങൾ രക്ഷ പ്രാപിച്ചു. അത് മാത്രമേ സംഭവിച്ചുള്ളൂ. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിൽ തുടങ്ങാൻ എല്ലാം അവസാനിച്ചത് ഒരു പുതിയ ഭൂമിയുടെ അനുഭവം. ഒരു പുതിയ തുടക്കത്തിന് തുടങ്ങുന്നതിന് മുമ്പ് അവർ ഒരു യാഗപീഠം. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു പുതിയ ജീവിതത്തിൽ എന്തെങ്കിലും പുത്തൻ അനുഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം മഹത്വം കൊടുക്കേണ്ടത് യഹോവയ്ക്കാണ്. നോഹയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. പഴയത് കഴിഞ്ഞുപോയി. ജലപ്രളയത്തിന്റെ നാളുകൾ കഴിഞ്ഞുപോയി. 1 വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രളയം. എന്നാൽ അതിനകത്ത് നിന്ന് രക്ഷ പ്രാപിച്ച നോഹ സ്തോത്രം ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകുമ്പോൾ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ നമ്മുടെ ആരാധനയുടെ സൗന്ദര്യം, ആരാധനയുടെ സൗരഭ്യം കർത്താവിന്റെ അടുത്ത് ചെന്നാൽ ഒരു തീരുമാനമെടുക്കും. സന്തോഷമുണ്ട്. നോഹയിൽ തന്നെ നിൽക്കാതെ നമ്മളിലെ കൂടെ വന്നാട്ട് നമ്മുടെ ആരാധന ദൈവത്തിന് സൗരഭ്യവാസന യാഗമാകുമ്പോൾ ചില തീരുമാനങ്ങൾ ദൈവം എടുക്കുവാൻ. അതാണ് ആരാധനയുടെ പ്രാധാന്യം. ആരാധനയിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവമുണ്ട്. സ്തുതികളിൽ മേൽ സിംഹാസനം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പുതിയ തീരുമാനം എടുക്കുമ്പോൾ, പുതിയ യാഗപീഠം പണിയുമ്പോൾ, നമ്മൾ പുതിയ ആരാധന, സ്തോത്രമെന്ന അധരയാഗം, ശരീരമെന്ന യാഗം കർത്താവിനെ സമർപ്പിക്കുമ്പോൾ ആ സൗരഭ്യവാസനം അടക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയ ദൈവത്തിൽ യാഗപീഠത്തിൽ ഉയർന്നു പൊങ്ങുന്ന ആ പുകയുടെ സൗരഭ്യവാസന ആയിരുന്നുവെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ആരാധനയുടെ മഹത്വമാണ് ഉയരുന്നത്. അധരങ്ങളുടെ യാഗം, സ്തോത്രമെന്ന അധരയാഗം ഉയരത്തിലേക്ക് ഉയരുമ്പോൾ കർത്താവ് ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സന്തോഷമുണ്ട്. ഈ പുതുവർഷത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്റെ ആരാധനയെ മാനിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. മനുഷ്യന്റെ മനോനിരണം അന്ന് കർത്താവിന് തീരുമാനമെടുക്കുകയാണ്. സകല ജീവികളെ ഞാൻ നശിപ്പിക്കില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയുണ്ടായിരിക്കും, കൊയ്ത്തുണ്ടായിരിക്കും, ശീതമുണ്ടായിരിക്കും, ഉഷ്ണമുണ്ടായിരിക്കും, വേനലുണ്ടായിരിക്കും, വർഷമുണ്ടായിരിക്കും, രാവുണ്ടായിരിക്കും, പകലുണ്ടായിരിക്കും. എല്ലാം തുടരും. ഞാൻ ഈ ജനത്തെ നശിപ്പിക്കുകയില്ല. കർത്താവിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ ആരാധന.
വിശ്വസിക്കാമോ? ആരത് ഇതുവരെ എടുക്കാത്ത തീരുമാനങ്ങൾ, ആരത് ഇതുവരെ എടുക്കാത്ത ദൈവപ്രവൃത്തികൾ, സ്വർഗത്തിൽ വസിക്കുന്നവനായ സർവശക്തനെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. വിശ്വസിക്കാമോ? ദൈവത്തിനെ അറിയണമെന്നില്ല. നമ്മുടെ ശരീരമാണ് അവന്റെ ആള്. ഈ ശരീരത്തിൽ നിന്ന് ഉയരുന്ന നമ്മുടെ ശരീരത്തെയാണ് യാഗമാക്കേണ്ടത്. ഈ യാഗത്തിൽ നിന്ന് ഉയരുന്ന ആരാധന കർത്താവിന് മഹത്വമുള്ളതായി തീരുന്നു. കർത്താവിനെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരാം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടുമായി അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ സന്തതിയോടുകൂടെ ഞാൻ ഒരു നിയമം ചെയ്യാൻ പോവുകയാണ്. ഭൂമിയിൽ നിങ്ങളോടുകൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുകളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും നിയമം ചെയ്യും. ഞാനൊരു നിയമം ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കുന്നവന് വേണ്ടി, ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ നിൽക്കുന്നവന് വേണ്ടി നിയമങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിയമങ്ങളും രേഖകളും മാറ്റുന്ന ദൈവം മാത്രമല്ല, ദാനിയേലിനു വേണ്ടി ദൈവം രേഖയെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദൈവം രേഖയെ മാറ്റിയിട്ടുണ്ട്. മോർദെഖായിക്കും വേണ്ടി ദൈവം നിയമത്തെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ പുതിയ നിയമം നിങ്ങളുമായി ചെയ്യാൻ പോവുകയാണ്. ഇനി സകല ജനവും ജലപ്രളയത്തിൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുക. അതായിട്ടുള്ള ഭാഗങ്ങൾ ഓടിച്ചു വായിച്ചത്. പിന്നെ ദൈവം ചെയ്തത്, ഞാൻ നിങ്ങളോടുള്ള സകല ജന്തുക്കളും തമ്മിൽ തലമുറകളോളം സദാകാലത്തേക്ക് ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായി തീരും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. നിയമം ചെയ്യുന്ന ദൈവം മാത്രമല്ല, നിയമത്തെ കാണിക്കുവാൻ ഒരു അടയാളത്തെ കൂടെ നൽകുന്ന ദൈവമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാമോ? വചനം പ്രസംഗിക്കുക മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ മാത്രമല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നോഹയ്ക്ക് വേണ്ടി ഒരു മഴവില്ല് ദൈവം കൊടുത്തിട്ട് ഒരു അടയാളം കൊടുക്കുകയാണ്. വരും തലമുറയെ ഞാൻ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാൻ നിങ്ങളും സർവ്വജടവുമായുള്ള സകല ജീവിതങ്ങളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ മഴവില്ലുണ്ടോ? ആര് നോക്കുന്ന ആകാശത്തോടെ നോക്കാൻ ഇവിടെ സമയമില്ല. ഓട്ടമില്ല. അടക്കൊക്കെ മേളോട് നോക്കണം അല്ലേ? സൂര്യനെയും ചന്ദ്രന്റെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ സേനകളെ നോക്കിയപ്പോൾ ചന്ദ്രന്റെ ഒരു പ്രത്യേക സൗന്ദര്യത്തിൽ നിൽക്കുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അല്ലേ? ദൈവത്തിന്റെ കൈവേലയാണ്. ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ മാത്രം നോക്കാതെ അല്ലേ, ഇങ്ങനെ മാത്രം നോക്കാതെ ഇടയ്ക്ക് വേറൊന്നും നോക്കി ദൈവത്തെ ശ്രദ്ധിക്കണം അല്ലേ? ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുമ്പോൾ സൗരയൂഥത്തിലെ ഒരു സാധാരണ ഗ്രഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. 60 എനിക്ക് തോന്നുന്നു. 60 ഭൂമി വെക്കാവുന്ന വലിപ്പം, അതിൽ കൂടുതലാണെന്ന് അറിയത്തില്ല. 60 ഭൂമി വെക്കാവുന്ന വലിപ്പമുള്ള ഒരു സൂര്യൻ, അതുപോലുള്ള നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുള്ള ഒരു സൗരയൂഥത്തിലാണ് നാം ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് നമ്മെ ഇനിയും ഈ ഭൂമി നശിക്കുമല്ലോ, ഈ ഭൂമി നശിച്ച എവിടെ ആക്കുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ നോക്കുക എത്ര ഗ്രഹങ്ങളുണ്ടല്ലേ. ഇനിയും കണ്ടുപിടിക്കാതെ ഇടങ്ങളുണ്ട്. ശാസ്ത്രജ്ഞന്മാർ അതിനകത്തുള്ള നോക്കിയിട്ടും പട്ടികയും പൂച്ചയൊക്കെ പല ഗ്രഹങ്ങളിൽ അയച്ചിട്ടും ആൾക്കാർ പോയിട്ടുണ്ട്. ഇതുവരെയും വടക്ക് ഭാഗത്ത് പിന്നെ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ്. സൗരയൂഥത്തിനപ്പുറത്ത് വടക്ക് ഭാഗത്ത് എത്തിച്ചെല്ലുവാൻ കഴിയാതെ. അതുകൊണ്ടാണ് സംഘത്തിലെ കാലം പറയുന്നത്, തെക്ക് നിന്നുമല്ല പടിഞ്ഞാറ് നിന്നുമല്ല കിഴക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. വടക്കൊരു സ്ഥലമുണ്ട്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. എത്ര ഗ്രഹങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആ ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹത്തിലാണ് നമ്മളെ പാർപ്പിടമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ലോകത്ത്, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിനകത്താണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ മഴവില്ല
നിങ്ങൾക്ക് ഞാൻ അടയാളമായി തരും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും സർവ്വജനവുമായ സകല ജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ നിർത്തും. വില്ല് വേഗത്തിലുണ്ടാകും. ദൈവവും വായിച്ചു നിർത്തിയാട്ടെ. ദൈവവും ഭൂമിയിലെ സർവ്വജനവും ദൈവവും ഭൂമിയിലെ സർവ്വജനവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലെ സർവ്വജനത്തോട് ചെയ്തിരിക്കുന്ന ദൈവത്തിന് അത് അടയാളമെന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ദൈവം സർവ്വജനത്തോട് ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം, അടയാളത്തെ നൽകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരു തലമുറ മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ, ഹല്ലേലൂയ, ദൈവവചനം കേൾക്കാതെ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്താൽ സംഭവിക്കുന്ന ഒരു പ്രളയത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ, നീതിമാനായിരുന്നു. അവന്റെ തലമുറ നശിക്കപ്പെട്ട തലമുറയായിരുന്നു. ദൈവഹിതത്തിന് വെളിയിൽ ജീവിച്ചൊരു തലമുറയായിരുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, വല്ലാത്തൊരു കാലഘട്ടം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കഷൻ അതല്ലായിരുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഹല്ലേലൂയ നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹല്ലേലൂയ കേൾക്കുവാനിടയായി. തലമുറകൾ എങ്ങനെയായി തീരും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി തീർന്നിരിക്കുന്നു. എന്നാൽ ഇതുപോലൊരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. അവിടെ മൊബൈലും ഇന്റർനെറ്റും ഹല്ലേലൂയ അതൊന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ ഹല്ലേലൂയ ഈ പുതിയ കാലം ആകുമെന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. മൊബൈൽ ഇല്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, TV ഇല്ലാത്ത, മറ്റ് സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പാപം ചെയ്ത് ദൈവഹിതം നഷ്ടപ്പെട്ട് ദൈവദേശമില്ലാത്ത ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരുടെ നടുവിൽ നോഹ ജീവിച്ചു. അപ്പം എത്ര നശിച്ച തലമുറകളുടെ നടുവിലാണെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? തലമുറ എങ്ങനെയാണ് നശിച്ചോട്ട്, കാലം എങ്ങനെയാണ് പൊക്കോട്ട്, ചുറ്റുപാടുകൾ എങ്ങനെയാണ് ആയിക്കോട്ടെ, നോഹ ജീവിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഹാനോക്ക് ജീവിച്ചെങ്കിൽ, ഹല്ലേലൂയ, എപ്പോൾ ഈ തലമുറയിൽ നമുക്ക് ജീവിച്ചുകൂടാ? ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവര്, യൂട്യൂബ് ഇല്ലാത്തവര്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇതൊന്നും യൂസ് ചെയ്യുന്ന നശിച്ചൊന്നും പോകത്തില്ല. ഇത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം. ഹല്ലേലൂയ. ഈ തലമുറയിൽ ഹല്ലേലൂയ മീഡിയയെ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് നമുക്ക് പ്രയോജനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഹാനോക്ക് ഈ തലമുറയിൽ ജീവിച്ചെങ്കിൽ, ഹല്ലേലൂയ, നോഹ ഈ തലമുറയിൽ ജീവിച്ചെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തുവാൻ കഴിയും, ഉപയോഗിക്കുവാൻ കഴിയും. നമുക്ക് വിശ്വസിക്കാമോ? സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, നിയമം എത്ര വേണമെങ്കിലും വന്നോട്ടെ, പ്രതിസന്ധികൾ എത്ര വേണമെങ്കിലും ഉയർന്നോട്ടെ, ഞാൻ എന്റെ ദൈവത്തിനായി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, തീരുമാനത്തിന്റെ മുമ്പിൽ അടയാളങ്ങളുമായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, തീരുമാനത്തിന്റെ മുമ്പിൽ മഴവില്ല് കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. തീരുമാനത്തെ സമൃദ്ധ വാസനയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. യഹോവ വാതിൽ അടച്ചു. പെട്ടകത്തിന്റെ വാതിൽ ഹല്ലേലൂയ നോഹയല്ല അടച്ചത്. പെട്ടകത്തിന്റെ വാതിൽ നോഹയുടെ കൂടെ ഉണ്ടായിരുന്നവരല്ല അടച്ചത്. പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. എന്താ കാര്യം? ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ കടന്നപ്പോൾ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനയെ മാനിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നാം ആയി കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ വാതിൽ ദൈവം അടയ്ക്കും. എന്നും ജീവിക്കണമെന്ന് വിചാരിക്കണ്ട, എന്നും ഈ ലോകത്ത് ജീവിക്കണമെന്ന് വിചാരിക്കണ്ട. സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്ന സമയമുണ്ട്. ഈ കാലഘട്ടം കഴിഞ്ഞു പോകുന്ന സമയമുണ്ട്. വാഴവേദത്തിൽ വെളിപ്പെടാൻ പോകുന്നുണ്ട്.
വാതിലടച്ച് protect ചെയ്യുന്ന വെളിപ്പെടുവാൻ പോകുന്ന ന്യായവിധിയുടെ ജനത്തിന്റെ ഒരു കണിക ആ പെട്ടകത്തിനകത്ത് കയറാതെ, ഈ ലോകത്തിന്റെ മാലിന്യം അതിനകത്ത് കയറാതെ, ഈ ലോകത്തിന്റെ മാലിന്യം അകത്ത് കയറാതെ, ദൈവം അടച്ച വാതിലിനകത്ത്, ദൈവം പറഞ്ഞ് കൽപ്പിച്ച പെട്ടകത്തിനകത്ത് നശിച്ചു പോകുന്ന ശവശരീരങ്ങളുടെ അകത്തുകൂടെ, ഒഴുകിപ്പായുന്ന ജലപ്രളയത്തിനകത്തുകൂടെ, വാതിലടച്ച ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കാലത്തിനുള്ളിൽ ഈ നശിച്ചു പോകുന്ന ലോകത്തിനകത്ത് ഒരു തുള്ളി വെള്ളമകത്ത് കയറാതെ, ഒരു തുള്ളി മാലിന്യമകത്ത് കയറാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്ന് ദൈവശക്തി അകത്ത് പകർന്ന് മനോഹരമായ ദൂത് തരും. ഇതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. മനോഹരമായ ദൂത് തരുന്നു. ജലപ്രളയത്തിനകത്തുകൂടെ, വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ച ഒരു കുടുംബം, ഒരു തുള്ളി വെള്ളമകത്ത് കയറാതെ വാതിലടച്ച് പ്രൊട്ടക്ട് ചെയ്ത് പെട്ടകത്തിനകത്തിയ അകത്തവരെ ആക്കിയ ദൈവം ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഏതെങ്കിലും ഓട്ടത്തിൽ ആദമിന് വേണ്ടി, ഹവ്വയ്ക്ക് വേണ്ടി ആ തോട്ടത്തിൽ കാലച്ച വെച്ച് ഇറങ്ങി വന്നതുപോലെ ഒരു വർഷത്തോളം ആ പെട്ടകത്തിനകത്ത് എന്റെ ദൈവം കയറി അവരോട് സംസാരിച്ചില്ലേ, അവരോട് കൂട്ടായ്മ ആദരിച്ചില്ലേ, കൽപ്പന അനുസരിക്കുന്നവരെ കൂട്ടായ്മ ആദരിക്കുന്ന, കൽപ്പന അനുസരിക്കുന്നവരെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എത്ര മനോഹരമായ അനുഭവമാണ്, എത്ര മനോഹരമായ അനുഭവം, എത്ര മനോഹരമായ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ലോകം മുഴുവൻ നശിച്ചു പോകുമ്പോൾ, ഒരു തലമുറ മുഴുവൻ തീർന്നു പോകുമ്പോൾ, ശവങ്ങളായി ഒഴുകി നടക്കുമ്പോൾ, അതിനകത്തൂടെ ഒഴുകുക മാത്രമല്ല, അതിനകത്ത് ദൈവ സഹായത്തിൽ അനുഭവിച്ചു കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുക, കുടുംബമായി കർത്താവിനെ ഉയർത്തുക. 61 സംവത്സരത്തിൽ ദൈവം ഒരവസരം ഒരുക്കുന്നത് വരെ, അനാരാധന പർവ്വതത്തിൽ ഉറയ്ക്കുന്നത് വരെ കുടുംബമായി ദൈവത്തെ ഉയർത്തുക. ഒരിക്കൽ അനാരാധ പർവ്വതത്തിൽ ഉറയ്ക്കാൻ പോകുക, ഒരിക്കൽ ഒരു നല്ല ഭൂമി നമ്മളിപ്പോ കേട്ടതുപോലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ ഇത് ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. വാതിലുകൾ തുറക്കുമ്പോൾ
ഹല്ലേലൂയ. ഈ ലോകമാകുന്ന വാരുതിയിൽ കൂടെ യാത്ര ചെയ്ത് കുടുംബമായി ദൈവമഹത്വം അനുഭവിച്ച് ഹല്ലേലൂയ പ്രത്യാശയുടെ തീരത്ത് കാല് വെക്കുന്നത് ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജോലിയാണോ വലുത്? പറ. ശമ്പളമാണോ വലുത്? ബാങ്ക് ബാലൻസ് ആണോ വലുത്? ഹല്ലേലൂയ. നന്മകളാണോ വലുത്? തലമുറകളെ കാണുന്ന വിടുതലാണോ വലുത്? അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം